السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള വിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് വിജയിക്കാനാകുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാൻ ഏകദേശം അതിൻ്റെ പകുതിയിൽ നമ്മൾ എത്തുകയാണ്. ഇന്ന് മഗ്രിബോടുകൂടി റമദാനിൻ്റെ 15-ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട കർമ്മങ്ങളായി പരലോകത്ത് കണ്ടുമുട്ടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധാപൂർവം നന്മകളിൽ സജീവമാകാൻ പടച്ചറബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നടന്നു വരുന്ന ഈയൊരു വിജ്ഞാന സദസ്സിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം നാം നിർവഹിക്കുന്ന പ്രാർത്ഥനയും അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് ഫലപ്രദമായി തീരുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മളുടെ തേട്ടങ്ങളും പ്രാർത്ഥനകളും
സ്വീകരിക്കപ്പെടാതെ പോകുന്നത് തുടങ്ങിയുള്ള ചില കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി എന്ന വിഷയമാണ് ഇവിടെ നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ വിശുദ്ധ റമദാൻ നമ്മൾ ഓരോരുത്തരും ഈ റമദാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കുറ്റമറ്റതായിരിക്കണം, ഇസ്ലാം പഠിപ്പിച്ച നിബന്ധനകൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി കൊണ്ടായിരിക്കണം നാം എടുക്കുന്ന ഇബാദത്തുകൾ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിന് നമ്മൾ പരിശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച്, അവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ ചോദിച്ച് അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയതും ആ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നും അതുകൊണ്ട് തന്നെ ആ റമദാനിൽ നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണമെന്നും ഇനി ഏതെങ്കിലും കാരണം കൊണ്ട്, യാത്രയുടെ, രോഗത്തിൻ്റെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് റമദാന് ആ നിലക്ക് നോമ്പെടുക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ മറ്റു ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കണമെന്നും അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നും, റമദാനിൻ്റെ പകലിൽ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, രാത്രിയിൽ എങ്ങനെയാകണം, നമ്മളുടെ ഇണകളുമൊത്തുള്ള ദാമ്പത്യം, അനുവദിക്കപ്പെട്ട രാത്രിയും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത പകലും അത് വേർതിരിയുന്നത് എവിടെയാണ്, രാവും പകലും വേർതിരിയുന്ന നിമിഷമേതാണ് എന്നൊക്കെ തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്തരം റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട്, നിർബന്ധ നോമ്പുമായി ബന്ധപ്പെട്ട ഇത്തരം ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് സൂറത്തുൽ ബഖറയുടെ 186 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിനിടയിൽ അല്ലാഹു പറയാ, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. റസൂലേ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയണം, ഞാൻ അവരോട് സമീപസ്ഥനാണ്, ഏറ്റവും അടുത്തുള്ള ആളാണ്. എന്നിട്ടോ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, എന്നോട് തേടുന്നവർ, തീർച്ചയായും തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ അവർ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, എന്നോട് തേടട്ടെ. ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ ആഹ്വാനത്തെ അവർ നെഞ്ചേറ്റുകയും അവരെന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർ സന്മാർഗം സിദ്ധിച്ചവരാകും. ഈ റമദാനിൻ്റെ വിധിവിലക്കുകളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് പടച്ചോൻ പറഞ്ഞത്, എൻ്റെ അടിമകളോട് ഞാൻ എവിടെയെന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും അടുത്താണ് ഞാൻ, അതുകൊണ്ട് അവരോ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. സഹോദരങ്ങളെ, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു വാഗ്ദാനമാണ് അല്ലേ. നമുക്ക് നല്ല പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയം, വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾ എന്താണ് നമ്മളുടെ പ്രശ്നമെന്ന് ചോദിച്ച് ആ പ്രശ്നം നമ്മൾ അറിയിച്ചു കൊടുക്കുമ്പോൾ, അതിന് പ്രശ്നമില്ല, അതിൻ്റെ പരിഹാരം ഞാൻ തരാം എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരാശ്വാസം ഉണ്ടല്ലോ. നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും അടുത്ത് ഏതെങ്കിലും ഒരാളോട് ആ കാര്യം പറയുമ്പോൾ, അത് വിഷയാക്കണ്ട, അത് ഇൻഷാ അല്ലാ അത് ഞാൻ തരാം, ഇനി വേറെ ആരോടും ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സനുഭവിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ. സഹോദരങ്ങൾ, അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ എന്ത് ചോദിച്ചോ ചോദിച്ചത് തരാൻ കഴിയുന്ന, ചോദിക്കാതെ തന്നെയും നമ്മളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനാകുന്ന, ഇനി നമ്മളുടെ ഇന്നലെയും ഇന്നും മാത്രമല്ല നമ്മളുടെ ഭാവി എന്താണ്, നാളെ എന്താണ്
എന്നുകൂടി കൃത്യമായി അറിയുന്ന, അതിനെയെല്ലാം നിശ്ചയിച്ച തീരുമാനിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, എൻ്റെ അടിമകൾ അവരെന്നോട് തേടട്ടെ, എന്നോട് അവർ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ്റെ തേട്ടങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നോക്കൂ, നിങ്ങൾ എന്തിനും കഴിയുന്നൊരു റബ്ബ്, നിങ്ങൾ ചോദിച്ചോളി, എന്നോട് ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് ഒരു വാഗ്ദാനം ചെയ്യുമ്പോൾ വിശ്വാസികളുടെ, നമ്മളുടെ മനസ്സനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അളവ് ആർക്കാ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഏതു പ്രതിസന്ധിയാണെങ്കിലും ഇനി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, ഒരു രോഗം വന്നു, ക്യാൻസറാണ്, 4th സ്റ്റേജാണ്, എന്താ നമ്മൾ പറയുന്ന വിധി എന്താ? പടച്ചറബ് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളുടെ അടുത്തുള്ള വിധി എന്താ? മെഡിക്കൽ സയൻസിന് പറയാനുള്ള വിധി എന്താ? അതിനിപ്പോൾ വലിയ അത് മാറുന്നൊന്നും നമുക്ക് പ്രതീക്ഷയല്ല എന്നാ പറയുക. പക്ഷേ നമ്മളുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തിടപെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ശരിയാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ സക്കരിയ നബി പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയാ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ, വളരെ രഹസ്യമായി കൊണ്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഖാല റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി വസ്തഅലർ റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. ഇത് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച് തേടുകയാണ്. എന്താ പറയുന്നത്? റബ്ബി ഇന്നി, റബ്ബേ, വഹനൽ അളുമു മിന്നി വസ്തഅലർ റഅസു ശൈബാ, പടച്ചവനെ എൻ്റെ എല്ലുകൾക്ക് പോലും ദുർബലത വന്നിട്ടുണ്ട് റബ്ബേ. വസ്തഅലർ റഅസു ശൈബാ, എൻ്റെ തല നിരബാധിച്ച് തിളങ്ങുന്ന അവസ്ഥയായിട്ടുണ്ട്. എന്താ അദ്ദേഹം അള്ളാഹിനോട് തേടുന്നത്? ഒരു കുട്ടിയെ കിട്ടാനാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലുകൾക്ക് ദുർബലത സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ പേശികൾക്ക്, മാംസത്തിന് വരെ, അദ്ദേഹത്തിൻ്റെ മസിൽസുകൾക്ക് വരെ പ്രയാസം സംഭവിച്ച് ശരീരത്തിൽ ഏറ്റവും അവസാനം ബലഹീനത സംഭവിക്കുന്നതാണ് എല്ലുകളെന്ന് പറഞ്ഞാൽ. ആ അവസ്ഥയിലാണ് സക്കരിയ നബി പറയുന്നത്, ഇന്നി വഹനൽ അളുമു മിന്നി, എൻ്റെ എല്ലുകൾക്ക് പോലും ദുർബലത വന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. വസ്തഅലർ റഅസു ശൈബാ, എൻ്റെ തല നിരബാധിച്ച് തിളങ്ങുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മുടിനാരുകൾക്കല്ല, തലയിലെ മുഴുവൻ മുടിയും നിരബാധിച്ച വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞാനുള്ളത്. പക്ഷേ ചേർത്ത് അല്ലാഹുവിനോട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ? വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, പക്ഷേ പടച്ചോനെ, നിന്നോട് തേടിയിട്ട്, നിന്നോടൊരാവശ്യം പറഞ്ഞിട്ട് ഇതുവരെയും ഞാൻ നിരാശനായിട്ടില്ല റബ്ബേ, ഇതുവരെയും ഞാൻ ഭാഗ്യദോഷിയായിട്ടില്ല. ഈ പ്രാർത്ഥന തുടരുന്നതിനിടയിൽ അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അല്ലാഹുവേ, വകാനത് ഇംറഅതി ആഖിറാ വഖദ് ബലഗ്തു മിനൽ കിബരി അദിതിയാ, പടച്ചോനെ, എനിക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? അദ്ദേഹം തന്നെ ചിന്തിക്കുക, എൻ്റെ ഭാര്യ പ്രസവശേഷിയില്ലാത്ത ഒരു പെണ്ണാണ്, ഞാനാകട്ടെ വാർദ്ധക്യം കൊണ്ട് വരൾച്ച സംഭവിച്ചു പോയൊരു മനുഷ്യനുമാണ്. അത്തരം ഒരവസ്ഥയിൽ സക്കരിയ നബി തേടുന്നത്, പടച്ചവനെ, എനിക്ക് എൻ്റെ ദീനിൻ്റെ കാര്യങ്ങളെ, ഈ നന്മയുടെ പാഠങ്ങളെ തുടർച്ചയായി കൊണ്ടുപോകുന്ന വയരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റളിയാ, പടച്ചവനെ, എന്നെ അനന്തരമെടുക്കുന്ന, യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കുന്ന
അഥവാ ഈ പ്രവാചകത്വ കുടുംബത്തെ, ഈ നന്മയുടെ പാഠങ്ങളെ, വിശുദ്ധ ദീനിന്റെ അടിസ്ഥാനങ്ങളെ അനന്തരമെടുത്ത് നല്ല ജീവിതം നയിക്കുന്ന നിനക്കും തൃപ്തിയുള്ള ഒരു നല്ല കുട്ടിയെ നീ എനിക്കു നൽകണേ എന്ന് സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ആ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. എന്തു തേടിയാലും ഏതവസ്ഥയിലാണെങ്കിലും നൽകാൻ കഴിയുന്നവനാണ് നമ്മളുടെ റബ്ബെന്ന ബോധ്യമുണ്ടാകണം. അത്ഭുതമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അത്ഭുതമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമുക്ക് ഭൗതികമായ കുറേ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും ഓരോ കാര്യത്തിലും. ഭൗതികമായ കുറേ കണക്കുകൂട്ടൽ, പ്രകൃതിപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനോട് തേടുമ്പോൾ അതിനെയും മറികടന്ന്, അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണയായി പറയാറുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളുടെ കാര്യത്തിൽ ഇടപെടാനും സഹായിച്ചു തരാനും നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാനും കഴിവുള്ള പ്രാപ്തിയുള്ളവനാണ് നമ്മളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രോഗം, ആ രോഗത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ തേട്ടം, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ തേട്ടം പറയുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു പോകുന്നിടത്ത് അല്ലാഹു പറയാ വഅയ്യൂബ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും നിങ്ങൾ ഓർക്കണേ. ഇത് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അള്ളാഹിനോട് പറയാ, പടച്ചോനെ എനിക്ക് വലിയൊരു ദുരിതം ബാധിച്ചിട്ടുണ്ട്, എനിക്ക് വല്ലാത്തൊരു അസുഖം എന്നെ പിടിപെട്ടിട്ടുണ്ട്, വലിയ പ്രയാസമുള്ളൊരു രോഗത്തിന് ഞാൻ അടിമപ്പെട്ടിട്ടുണ്ട് റബ്ബേ. പക്ഷേ വ അൻത അർഹമുർ റാഹിമീൻ, പടച്ചവനെ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കാരുണ്യം കാണിക്കുന്ന റബ്ബ് നീയാണ്. അതുകൊണ്ട് റബ്ബേ നീ എൻ്റെ രോഗത്തിന് ശമനം തരണേ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തഫ്സീർ നമ്മളൊന്ന് വായിക്കണം. അതിൻ്റെ തഫ്സീർ വായിച്ചിട്ട് അടുത്ത ആയത്ത് വായിക്കുമ്പോഴാണ് അത്ഭുതം നമുക്ക് മനസ്സിലാക്കുക. അയ്യൂബ് നബി അള്ളാഹു പരീക്ഷിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് ഈ ആയത്തുകളുടെ തഫ്സീറുകളിൽ വന്ന കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് അടുത്ത ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ രോഗം കൊടുത്തു മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാൽക്കാലികളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. തൻ്റെ മക്കൾ ഓരോരുത്തരും തൻ്റെ മുന്നിൽ കടന്ന് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഒരുപാട് ഏക്കറക്കണക്കിനെന്ന് പറയാവുന്ന രൂപത്തിലുണ്ടായിരുന്ന തൻ്റെ കൃഷിയിടങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. നാൽക്കാലികൾ ചത്തൊടുങ്ങി. പല നിലക്കും പരീക്ഷിച്ചിട്ടാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അള്ളാഹു അദ്ദേഹത്തിന് പരീക്ഷണം കൊടുത്തത്. ശരീരം മുഴുവൻ വ്രണം ബാധിച്ച അവസ്ഥയിൽ, നാലാളു കണ്ടാൽ നോക്കാത്ത അവസ്ഥയിൽ, സ്വന്തം പ്രിയതമയല്ലാത്ത മറ്റെല്ലാവരും വിട്ടൊഴിവാക്കി പോകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൻ്റെ പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അൻത അർഹമുർ റാഹിമീൻ, പടച്ചവനെ നീയാണ് ഏറ്റവും നന്നായി കാരുണ്യം കാണിക്കുന്നവൻ, അതുകൊണ്ട് എൻ്റെ ഈ പ്രയാസങ്ങൾ നീ നീക്കിത്തരണ എന്ന്. ഇനി 84-ാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹു പറയാ, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. ഈ തേട്ടത്തിന് അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. മാത്രവുമല്ല ഫകശഫ്നാ മാ ബിഹി മിൻ ദുർർ, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നാം നീക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നോക്കി, വആതൈനാഹു അഹ്ലഹു,
അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കൊടുക്കുകയും അത്ര തന്നെ ഇരട്ടി കൊടുക്കുകയും ചെയ്തു. റഹ്മത്തം മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, നമ്മുടെ അടുത്തു നിന്നുള്ള കാരുണ്യമായിട്ടും ആ നിലക്കു തന്നെ അള്ളാഹ് ഇബാദത്തെടുത്ത് അവൻ്റെ അടിമകളായി നല്ലവരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉത്ബോധനമായിട്ടാണ് അള്ളാഹ് ഈ കാര്യം അവിടെ അറിയിച്ചത്. അള്ളാഹ് പറയാൻ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൊടുത്തു. സഹോദരങ്ങളെ, നമ്മളുടെ കണക്കുകൾ കൊണ്ട് നമ്മളുടെ മാനദണ്ഡങ്ങൾ വെച്ച് കണക്ക് കൂട്ടിയാൽ അള്ളാഹു എങ്ങനെ ഇടപെടുമെന്ന് നമുക്ക് പറയാനാകൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് പ്രശ്നമാണോ നമുക്കുള്ളത് ആ പ്രശ്നത്തിന് മുഴുവൻ പരിപൂർണാർത്ഥത്തിലുള്ള പരിഹാരം നൽകാൻ കഴിവുള്ള ശക്തിയുള്ള റബ്ബ് നമുക്കുണ്ട് എന്നത് എത്ര വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പ്രകൃതിയുടെ സാധാരണഗതിയിലുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ട ഇബ്രാഹിം നബിയെ, മൂസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയത്. അല്ല, പ്രകൃതിയുടെ നിയമപ്രകാരം തീയിൻ്റെ സ്വഭാവം എന്താ? തീയിൽപ്പെട്ടിട്ട് തണുപ്പനുഭവിച്ച ഏതു മനുഷ്യനാ ലോകത്തുള്ളത്? തീയിൻ്റെ അകത്ത് നിന്ന് ശരീരത്തിന് സുഖം കിട്ടിയ ആരാ ലോകത്തുണ്ടാകുക? പ്രകൃതിപരമായി അള്ളാഹു തീയിന് കൊടുത്ത സ്വഭാവം, അത് എന്തതിൽ പെട്ടുപോയോ അതിനെ കത്തിച്ചു കളയുക, ചൂട് കൊടുക്കുക, കരിച്ചു കളയുക എന്നതാണ് തീയിൻ്റെ പ്രകൃതം അള്ളാഹു നിശ്ചയിച്ചത്. പക്ഷേ ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞതെന്താ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നാം പറഞ്ഞു തീയിനോട്, തീയെ നീ ഇബ്രാഹിമിന് ശമനമാവുക, തണുപ്പാവുക, സമാധാനമാവുക. കാരണം തീയന് കത്തുക എന്ന സ്വഭാവം കൊടുത്തത് അള്ളയാണെങ്കിൽ, കരിച്ചു കളയുക എന്ന സ്വഭാവം കൊടുത്തത് അള്ളയാണെങ്കിൽ, തീയന് ചൂട് നൽകുക എന്ന സ്വഭാവം കൊടുത്തത് റബ്ബ് കൊടുത്തതാണെങ്കിൽ, അതേ തീയിനോട് അള്ള പറഞ്ഞു, തീയെ നീ ഇബ്രാഹിമിന് സമാധാനമാകണം, നീ ഇബ്രാഹിമിന് ശമനമാകണം, തണുപ്പാകണം. തീയിൻ്റെ പ്രകൃതത്തെ മാറ്റിയിട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത്. വെള്ളത്തിൻ്റെ സ്വഭാവം എന്താ? ഐസാകുന്ന സമയത്തല്ലാതെ വെള്ളം ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറി നിൽക്കില്ല. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്താൽ ബക്കറ്റിൻ്റെ രൂപം അതിനുണ്ടാവുക. അതൊരു കപ്പിലേക്ക് എടുത്താൽ കപ്പിൻ്റെ രൂപത്തിലേക്ക് അത് മാറും. അതൊരു മണ്ണിലേക്ക് ഒഴിച്ചാൽ, നിലത്തേക്ക് ഒഴിച്ചാൽ ആ ഭൂപ്രകൃതിയുടെ അവസ്ഥക്കനുസരിച്ച് അതിൻ്റെ രൂപം മാറും. അതൊരു പ്രത്യേക രൂപത്തിൽ നിൽക്കുന്നത് അതിനെ ഐസാക്കി എടുക്കുമ്പോഴാണ്. എന്നാൽ വെള്ളത്തിന് അള്ളാഹു രൂപം കൊടുത്തില്ലേ? മൂസാ നബിയെ രക്ഷപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് കടലിൽ അടിക്കാൻ പറയുകയും വെള്ളം മാറി നിൽക്കുകയും ചെയ്തു. ഏതുപോലെ? കത്തൗദിൽ അളീം, രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെപ്പോലെ വെള്ളം പർവ്വതത്തെപ്പോലെ അങ്ങ് മാറി നിന്നിട്ട് ഉണങ്ങിത്തെളിഞ്ഞ വഴി മൂസാ നബിക്ക് രക്ഷപ്പെടുത്താൻ അള്ളാഹു കൊടുത്തു എന്നല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രകൃതിയുടെ സ്വഭാവത്തെ പോലും മാറ്റി. കാരണം ഈ വസ്തുക്കൾക്കൊക്കെ അതിന് പ്രകൃതം കൊടുത്തത് അള്ളയാണ്, വെള്ളത്തിന് ഈ രൂപം കൊടുത്തത് അള്ളയാണ്. അതുകൊണ്ട് അതിനെ മാറ്റാൻ പടച്ചവന് കഴിയും. നമ്മളുടെ ശരീരത്തിന് രൂപം തന്നവൻ അള്ളയാണ്. ആ ശരീരത്തിൽ വന്ന ഏതസുഖത്തെയും മാറ്റാൻ റബ്ബിനെ കൊണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു പ്രയാസം വന്ന ഒരാളെടുത്ത് പോയിട്ട് 1000 ഉറുപ്പിക ചോദിച്ചു, അയാൾ തന്നു. കുറച്ച് കഴിഞ്ഞ് മറ്റൊരു സന്ദർഭത്തിൽ അയാളോട് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു മാനസികാവസ്ഥ ആവില്ലല്ലോ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവുക. ഒരാളോട് തന്നെ ആവർത്തിച്ചു നമ്മളൊരു കാര്യം ചോദിച്ചാൽ, പല ആവശ്യങ്ങൾ ചോദിച്ചാൽ, അയാൾക്ക് നമ്മളോട് പൊതുവേ ഒരു അകലം കൂടുക ചെയ്യുക. ഓനോട് കമ്പനി കൂടിയാൽ ശരിയാവില്ല, ഒരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എന്ന ആളുകൾ പൊതുവെ പറയാം. എന്തിനധികം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഭാര്യയോട് പോലും അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് അത് കൊണ്ടുവന്ന് അവൾ തിരിച്ചു പോകുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി കൊണ്ടുവരാൻ പറഞ്ഞാൽ, തമാശക്കാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവൾ ചോദിക്കൂലേ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കൂലേ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചോദിക്കാത്തവരോടാ പടച്ചോന് ദേഷ്യം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു മല്ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി. ആരാണോ പടച്ചവനോട് ചോദിക്കാത്തവരോടാണ് പടച്ച റബ്ബിന് ദേഷ്യം. സഹോദരങ്ങളെ, നമുക്കെന്തു പ്രശ്നമുള്ളത്? പടച്ചോനിലേക്ക് കൈ ഉയർത്തി നമ്മൾ തേടൂ. അതാണ് അല്ലാഹുക്ക് ഇഷ്ടം. ഉദ്ഊനി അസ്തജിബ് ലക്കും. മനുഷ്യരെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹ് പറഞ്ഞതല്ലേ, ചോദിക്കാനാ പടച്ചോൻ പറഞ്ഞത്. ചോദിക്കുന്നവരെയാണ് അല്ലാഹുക്ക് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ചോദിക്കാനൊരു മടി അള്ളാഹിൻ്റെ കാര്യത്തിലില്ല. രാവിലെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹ്ക്കിലേക്ക് കൈ ഉയർത്തി ഇന്നതൊക്കെ ഞാൻ ചോദിച്ചതാ, ഇനിയിപ്പോൾ ളുഹർ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ അള്ളാഹിനോട് ഇനിയിപ്പോൾ എങ്ങനെ ചോദിക്കുക? അള്ളാഹിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മക്കൾ നന്നാകാത്തിൻ്റെ പ്രയാസം നമുക്കുണ്ട്. ഉസ്താദിനോട് പറഞ്ഞു, സ്കൂളിൽ പോയി അധ്യാപകനോട് പറഞ്ഞു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹിനോട് എത്ര വട്ടം പറഞ്ഞു? അള്ളാഹിനോട് എത്ര തവണ പറഞ്ഞു? നമ്മുടെ ദാമ്പത്യത്തിൽ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്നു, എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അള്ളാഹിനോട് എത്ര വട്ടം പറഞ്ഞു? പടച്ചോനോട് ചോദിക്കണം. മാത്രമല്ല, കൈനീട്ടി അള്ളാഹിനോട് തേടിയാൽ, കൈനീട്ടി തേടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താതെ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അവിടെ കൈ ഉയർത്താതെ തന്നെ നമ്മൾ തേടലാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം. അതല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അതൊരു മാന്യമായ അവസ്ഥയിൽ കൈ ഉയർത്തണം. ചില ആൾക്കാർ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. ഇതിന് കൈ ഉയർത്തി എന്ന് പറയോ? ഇല്ല. കൈ ഉയർത്തി റബ്ബിലേക്ക് തേടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. പടച്ച റബ്ബ് നല്ല ലജ്ജയുള്ളവനും നിങ്ങളുടെ റബ്ബ് ഏറെ മാന്യനും ഔദാര്യവാനുമാണ്. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. തൻ്റെ ഒരടിമ കൈ ഉയർത്തി തന്നോടൊരു കാര്യം ചോദിച്ചിട്ട് ആ കൈകളിൽ ഒന്നും കൊടുക്കാതെ ശൂന്യമായി ഒഴിവാക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അള്ളാഹ് ലജ്ജിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളി, പടച്ചോ നിങ്ങൾക്ക് തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറും ദുനിയാവ് ചോദിക്കലല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ചില ആളുകൾ അള്ളാഹിനോട് തേടും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, പടച്ചോനെ ദുനിയാവ് തരണേ എന്നാ തേടുക. അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസിയുടെ പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പടച്ചോനെ ഇഹവും പരവും തരണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇതാണ് വിശ്വാസിയുടെ തേട്ടം. അങ്ങനെ പരലോകത്തെ കൂടുതലായും ദുനിയാവുമായി ബന്ധപ്പെട്ടതും ഏതു കാര്യവും ചോദിക്കുമ്പോൾ പരലോകത്തിന് മുൻഗണന കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം എന്നതുമാത്രം. അങ്ങനെ തേടൂ, കൈ ഉയർത്തി റബ്ബിനോട് ചോദിക്കൂ. ചോദിക്കുന്നവരോടാണ് പടച്ചോന് ഇഷ്ടം. ചോദിക്കുന്നവൻ്റെ കൈകളെ ഒന്നും കൊടുക്കാതെ വിട്ടേക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അതുകൂടി ആ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം വാഗ്ദാനം ചെയ്തു, ചോദിച്ചത് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് തേടിക്കോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറഞ്ഞു. ചോദിക്കുന്നവരോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് അള്ളാഹിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. കൈ ഉയർത്തി ഒരു കാര്യം ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പടച്ചോന് ലജ്ജയുള്ള കാര്യമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ എന്തൊക്കെ തേടുന്നുണ്ട് അള്ളാഹിനോട്? എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്? അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്. ചിലപ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. പക്ഷേ ഞാൻ തേടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഫലപ്രദമാകാതെ പോകുന്നതിന്, പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി എനിക്ക് നഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ എന്നിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എപ്പോൾ ഒരു പ്രാർത്ഥന ഫലപ്രദമാകും, അതാണല്ലോ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ തേട്ടങ്ങൾ ഫലപ്രദമല്ലാതെ അതിന് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന എന്തെങ്കിലും കാരണം എന്നിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപാട് കാരണങ്ങൾ
വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചുരുങ്ങിയ സമയത്ത് 5 കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന 5 തടസ്സങ്ങൾ അത് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഷിർക്കന്നെ. ഷിർക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് മാത്രമല്ല ഒരു കാര്യവും ഒരു ഇബാദത്തും പടച്ചറബ് പരിഗണിക്കൂല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 18 നബിമാരുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, വലു അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട നബിമാരെന്നെയാണ് ഷിർക്ക് ചെയ്തതെങ്കിലും അവരുടെ ഒരു കർമ്മവും പടച്ചോൻ പരിഗണിക്കൂല. വിശുദ്ധ ഖുർആന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫലാ തദ്ഉ മിൻ ദൂനില്ലാ മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനദ്ദാലിമീൻ. ഫലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. പടച്ചോന് പുറമെ നിനക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകളോട് നീ പ്രാർത്ഥിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ നീ ഏറ്റവും വലിയ അക്രമിയായിരിക്കും. അതുകൊണ്ട് തേട്ടങ്ങൾ പടച്ചോനോട് മാത്രമാവണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം പോലും ഒരു വിശ്വാസിക്ക് ഇസ്ലാം പഠിപ്പിച്ച രൂപമല്ല. എന്നാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുപോലും വിശ്വാസിയുടെ തേട്ടത്തിൻ്റെ രൂപമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുവിനോട് തേടാൻ. അപ്പോഴാ തേട്ടങ്ങളെ പടച്ചോൻ പരിഗണിക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു വിശുദ്ധനാണ്, അതുകൊണ്ട് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, വിശിഷ്ടമായതല്ലാത്ത ഒന്നും പടച്ചോൻ സ്വീകരിക്കൂല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അള്ളാൻ്റെ റസൂലുമാരോട് അല്ലാഹ് പറഞ്ഞൊരു കാര്യം അതേപോലെ അള്ളാൻ്റെ ബാക്കി അടിമകളോടും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂലുകളോട് അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. റസൂലുകളോട് അല്ലാഹ് പറഞ്ഞത് കുലൂ മിനത് ത്വയ്യിബാത്, നല്ലത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ എന്നാണ്. അതേ കാര്യം വിശ്വാസികളെ മൊത്തം വിളിച്ചും അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്, വിശ്വാസികളെ നല്ലത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞ സുമ്മ ദക്കറ റജുൽ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറയാ, യുതീലു സഫർ, ദീർഘയാത്ര ചെയ്ത മനുഷ്യൻ, അശ്അസ അഗ്ബറ, ആ യാത്രയുടെ എല്ലാ ക്ഷീണവും പൊടിപടലങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയാളിലുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കാണ്, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് അയാൾ തേടുന്നു. വമത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാം, അവൻ തിന്നതും അവൻ കുടിച്ചതും അവൻ ധരിച്ചതും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ്റെ ജീവിതം തന്നെ ഹറാമിനാൽ ഊട്ടപ്പെട്ടൊരു ജീവിതമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് ആ തേട്ടത്തിന് ഉത്തരം കൊടുക്കുക? സഹോദരങ്ങളെ, ഈ മനുഷ്യൻ്റെ ഈ ഒരു തേട്ടമുണ്ടല്ലോ, ഇതിനെ പരിശോധിച്ചാൽ ശരിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചില നിബന്ധനകൾ അയാളുടെ അടുത്തുണ്ട്. ഒന്ന്, കൈ ഉയർത്തിയാണ് തേടുന്നത്. കൈ ഉയർത്തി തേടിയാൽ കൊടുക്കുന്നതാണ് നേരത്തെ ഹദീസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കൈ ഉയർത്തിയാണ് അദ്ദേഹം തേടുന്നത്. അപ്പോൾ അത് പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ഒരു മര്യാദ അയാൾ ചെയ്തിട്ടുണ്ട്. കൈ ഉയർത്തി തേടിയാൽ വെറുതെ വിടൂല, കൊടുക്കുന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. കൈ ഉയർത്തിയാണ് ആ മനുഷ്യൻ തേടുന്നത്. രണ്ടാമത്തത്, അയാൾ യാത്രക്കാരനാണ്. 3 ആളുകളുടെ തേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്താ? ഒന്ന്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അത് പടച്ചോൻ തള്ളിക്കളയില്ല. നമ്മൾ നോമ്പുകാരാ, അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി തേടുന്ന തേട്ടം പടച്ചോൻ തള്ളൂല പ്രാർത്ഥന. യാത്രക്കാരൻ്റെ തേട്ടം,
യാത്രയിലുള്ള പ്രാർത്ഥന പടച്ചോൻ പരിഗണിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. ഇതും പടച്ചോൻ പരിഗണിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇയാൾ യാത്രക്കാരനെന്ന് പറഞ്ഞാൽ ദീർഘയാത്രയാണ്. നമ്മുടെ ആ യാത്രയുടെ എല്ലാ പ്രയാസവും അയാളുടെ ശരീരത്തിൽ നോക്കിയാൽ കാണും. മൂന്നാമത്തത്, എന്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കണത്? യാ റബ്ബി യാ റബ്ബി എന്ന റബ്ബ് എന്ന നാമം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ വിളിച്ചുകൊണ്ട് തേടുക. പടച്ചോനെ അള്ളാഹുവേ എന്ന് സാധാരണ തേടുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ, ഗഫൂറായ റബ്ബേ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, ഇങ്ങനെ അള്ളാഹിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക, നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹാൻ. ഇദ്ദേഹം വിളിച്ച നാമമാകട്ടെ റബ്ബ് എന്ന നാമമാണ്. അതേറെ പ്രാധാന്യമുള്ള നാമമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ നമ്മൾ ഓതുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 നാമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന, ഈ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നൊരു നാമമാണ് റബ്ബ് എന്ന നാമം. ഖുർആനിലെ പ്രാർത്ഥനകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി, 99% പ്രാർത്ഥനയും റബ്ബ് എന്ന നാമം വെച്ചിട്ടാണ്. റബ്ബന, റബ്ബി എന്ന് തുടങ്ങുന്നതാണ് 99% ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും. ആ നാമമാണ് ഇദ്ദേഹം ആ നാമം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ. ഈ നിലക്കൊക്കെ അദ്ദേഹത്തിൻ്റെ തേട്ടം യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടേണ്ട തേട്ടമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവൻ തിന്നതും കുടിച്ചതും ധരിച്ചതും ഒക്കെ ഹറാമാണ്. അവൻ്റെ ജീവിതം തന്നെ ഹറാമിനാൽ കെട്ടിപ്പടുത്തൊരു ജീവിതമാണ്. ഈ മര്യാദയൊക്കെ അവൻ പാലിച്ചിട്ടുണ്ടെങ്കിലും അന്ന യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് ആ തേട്ടത്തിന് പടച്ചോൻ പരിഗണന കൊടുക്കുക, എങ്ങനെ ഉത്തരം കൊടുക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, തേടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? പൂർണ്ണമായും ഹറാമായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയൊരു വീട്ടിൻ്റെ അകത്തിരുന്ന് നമ്മൾ എത്ര വട്ടം പടച്ചോനെ വിളിച്ചാലും എങ്ങനെ പടച്ചോനെ ആ തേട്ടം പരിഗണിക്കുക? ഹറാമ് തിന്നും ഹറാമ് കുടിച്ചും ഹറാമ് ഉപയോഗിച്ചും ജീവിച്ചിട്ട് എങ്ങനെ സഹോദരങ്ങളെ നമ്മളുടെ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക? അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തിൽ ഒരു തരി ഹറാമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കച്ചവടക്കാരുണ്ടാകും, ചില ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനുള്ള 1 ഉറുപ്പ്യം 2 ഉറുപ്പ്യം ഒന്നേ നമ്മളാണ് മറക്കലാണ്. ചിലപ്പോൾ തരാന്ന് പറയോ അല്ലെങ്കിൽ ചില്ലറല്ലാന്നും കൂടി പറയണ സ്വഭാവമൊക്കെ പോയിക്കണം. ഇപ്പോൾ അങ്ങനെ പെട്ടിയിലിട്ട പെട്ടിയാൻ അടക്കും. അയാൾക്ക് കൊടുക്കാനുള്ള 1 ഉറുപ്പ്യം 2 ഉറുപ്പ്യൊക്കെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ കണക്ക് തീർക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭൃത്യനൊരു ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്തിന് കിട്ടിയ ഭക്ഷണമാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് എവിടുന്ന് കിട്ടിയ ഭക്ഷണമെന്നറിയോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് ഈ ഇസ്ലാമൊക്കെ സ്വീകരിച്ച് ഈ തൗഹീദിൻ്റെ ആളായൊക്കെ ജീവിക്കണതിൻ്റെ മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണിക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യോത്സ്യപ്പണി ചെയ്ത് അന്ന് ജ്യോത്സ്യപ്പണി ചെയ്തതിൻ്റെ ഒരു കൂലിയായിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ കിട്ടിയ ഭക്ഷണമാണ്. വായിലേക്ക് വിരലിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ഛർദ്ദിച്ച് കളഞ്ഞു. വയറ്റിൻ്റെ അകത്തുള്ളത് മൊത്തം പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കണ രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു ഹറാമിൻ്റെ തരി നമ്മളുടെ വയറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്ന ഉറപ്പുണ്ടാകുമ്പോഴാണ് തേട്ടങ്ങളൊക്കെ പടച്ചോൻ പരിഗണിക്കുന്ന തേട്ടാവുക. നമ്മൾ എടുത്ത് നടക്കുന്ന, നമ്മൾ ഉട്ടെടുത്ത, നമ്മൾ ധരിച്ച ഈ വസ്ത്രത്തിൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രത്തിൽ, നമ്മളുടെ വീട്ടിൽ നമ്മളും മക്കളും പ്രിയതമയും മാതാപിതാക്കളും ഒന്നിച്ച് നമ്മൾ ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന വീട്ടിൻ്റെ അകത്ത് ഒരു തരി ഹറാമില്ല എന്ന് നമുക്ക് ഉറപ്പ് വേണം. പലിശയുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മളുടെ സാമ്പത്തിക രംഗത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഹറാമും ഒരാളുടെ മുതലും നമ്മൾ നമ്മളുടേതാക്കി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വേണം. അപ്പോഴാണ് നമ്മളുടെ തേട്ടം അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കുന്ന ഉത്തരം കിട്ടുന്ന തേട്ടമായി മാറുന്നത്. മൂന്നാമത്തൊന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ.
നിങ്ങൾ അള്ളാഹിനോട് തേടുമ്പോൾ ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ പ്രതീക്ഷയോടുകൂടി തേടണം. ഒരിക്കലും നമ്മൾ പടച്ചോനെ ഇത് തരുകയാണെങ്കിൽ കൊണ്ട എന്നല്ല, ഞാൻ ചോദിച്ചെൻ്റെ റബ്ബ് തരും. ഉത്തരം കിട്ടുമെന്നൊന്നും അറിയില്ല, പ്രാർത്ഥനയൊക്കെ പരിഗണിക്കപ്പെടുമെന്നൊന്നും അറിയില്ല, എന്നാലും ചോദിച്ചു നോക്കുക. അല്ല, മുഖിനൂന ബിൽ ഇജാബ, കിട്ടുമെനിക്കുത്തരം എന്ന ഉറപ്പോടുകൂടി തേടണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ടുള്ളൊരു മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പടച്ചവൻ ഉത്തരം തരൂല. അതിന് നമ്മളെന്തോ അങ്ങനെ തേടുന്നുണ്ട്, മനസ്സാന്നിധ്യത്തോടു കൂടി മനസ്സറിഞ്ഞ് ശ്രദ്ധാപൂർവമല്ല നമ്മൾ പറയണമെങ്കിൽ ആ തേട്ടം പടച്ചവൻ പരിഗണിക്കൂല. അപ്പോൾ നമ്മൾ ദുആഇൻ്റെ മാത്രമല്ല, നമ്മൾ ദിക്റുകൾ ചൊല്ലും. സാധാരണ നമ്മൾ ദിക്റിലുള്ള സ്വഭാവങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണി. എങ്ങനെ നമ്മൾ പലപ്പോഴും ദിക്ർ എല്ലാറുള്ളത്, സുബ്ഹാനല്ലാഹ് ഒരു സൂ എന്നുള്ളൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ്. ശരിക്കും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്നതിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്ത് തൻ്റെ കർമ്മരേഖ കയ്യിൽ കിട്ടും, അതിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണാൻ ആർക്കാണോ കഴിയുന്നത് അവർക്കെൻ്റെ മംഗളാശംസകൾ. അപ്പോൾ പരലോകത്ത് കർമ്മരേഖയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞതായി ഉണ്ടാകേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. അത്ര മഹത്വമുള്ളൊരു ദിക്റ. നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്, നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് എങ്ങനെ ആക്കണം? എന്താ നമ്മൾ പറഞ്ഞത്? ഇതേപോലെ തന്നെ പലപ്പോഴും പല തേട്ടങ്ങളും പ്രാർത്ഥനകളും എന്തോ ഒരു നാവുകൊണ്ടൊരു ശബ്ദമുണ്ടാക്കുന്നു എന്നതിൻ്റെ അപ്പുറം മനസ്സിൻ്റെ സാന്നിധ്യം നമ്മളുടെ തേട്ടങ്ങളിൽ എത്രയുണ്ട്, എത്ര കണ്ട് ശ്രദ്ധയുണ്ട് നമ്മൾ പറയുന്ന പ്രാർത്ഥനയിൽ. നമുക്ക് ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു തേട്ടവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാലാമത്തെ കാര്യം, ഒരിക്കലും നമുക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു പരാതിയും ഒരു ധൃതിയും നമുക്കുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ ഫയഖൂലു ദഅഉതു വദഅഉതു ഫലം അറാഹു യുസ്തജാബു ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കലും ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ചോദിച്ചതിന് അല്ലാഹു ഉത്തരം തരും. അപ്പോൾ മറ്റു ചില ഹദീസുകളിൽ കാണാൻ സ്വഹാബത്ത് ചോദിക്കാണ് നബിയോട്, എന്താ നബിയെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്ത് ചോദിക്കാതെ തന്നെ പറഞ്ഞൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദഅഉതു വദഅഉതു, അങ്ങനെ പറയാം, ഞാൻ തേടി പടച്ചവനോട്, എനിക്കതിന് ഉത്തരമൊന്നും കിട്ടിയില്ല. ഞാൻ പടച്ചവനോട് പറയുക ചെയ്തു, ഞാൻ പറഞ്ഞിട്ടൊന്നും എനിക്ക് ഉത്തരം കിട്ടൂല. ഇങ്ങനെ ഞാൻ തേടി, എന്താ എനിക്ക് ഉത്തരം കിട്ടാത്തത്, എന്താ എൻ്റെ പ്രാർത്ഥന പടച്ചവൻ പരിഗണിക്കാത്തത്, ഇത്ര കാലമായി 15 കൊല്ലം 20 കൊല്ലമായിട്ട് ഈ കാര്യം ഞാൻ അങ്ങനെ പറയണം, എൻ്റെ തേട്ട ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ തേട്ടത്തിന് ഉത്തരം കിട്ടൂല. അങ്ങനെ ധൃതി കാണിക്കാതെ മൂഖിനൂന ബിൽ ഇജാബ, കിട്ടുമെനിക്ക് ഉത്തരമെന്ന പ്രതീക്ഷയോടുകൂടി തേടണം. സഹോദരങ്ങളെ, ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുന്നവരോ, നമ്മൾ ഒരു കാര്യം പടച്ചവനോട് പറയുമ്പോൾ ആ കാര്യം തന്നെ നമുക്ക് കിട്ടിയാലാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് നമ്മൾ പറയാം. പടച്ചവൻ എനിക്കൊരു കുട്ടി വേണം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് നമ്മളെപ്പോഴാണ് പറയാം? കുട്ടിയെ കിട്ടിയ പടച്ചവൻ്റെ പ്രാർത്ഥന കേട്ടു, അപ്പോഴേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് പറയുള്ളൂ. നമുക്കെന്താ വെച്ചാൽ നമ്മളുടെ മുന്നിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവുള്ളൂ. പക്ഷെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്തായിരിക്കുമെന്ന് കൂടി അറിയണോണ്ട് പടച്ചവൻ ചിലപ്പോൾ നമ്മൾ ചോദിച്ചൊരു കാര്യം നമുക്ക് കിട്ടാതിരിക്കലാണ് ഹൈറ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനു വേണ്ടി പടച്ചവൻ തരാതിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ ഇല്ലാ അഅതാഹു ബിഹാ ഇഹ്ദ സലാസ്. ഒരു മുസ്ലിം, ഒരു വിശ്വാസി പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുമെന്ന് ശ്രദ്ധിക്കണം, ലൈസ ഫീഹാ ഇസ്മുൻ, ഒരു പാപമല്ല, ഒരു കുറ്റമല്ല, പടച്ചോ ഹറാമാക്കിയ ഒരു കാര്യം അല്ല തേടുന്നത്, തെറ്റായൊരു കാര്യമല്ല പറയണത്. വല ഖതിഅതു റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബം ബന്ധം മുറിയാൻ വേണ്ടിയോ ഇതിനു വേണ്ടിയുള്ള തേട്ടൊന്നുമല്ല. നല്ലോണം ശ്രദ്ധിക്കണം.
എല്ലാവരുമായിട്ടുള്ള ബന്ധവും മുറിച്ചിട്ട് പടച്ചവനോട് ഇങ്ങനെ കൈ നീട്ടി തേടിയതുകൊണ്ട് പടച്ചവൻ പ്രത്യേകിച്ച് അതിന് പരിഗണനയും തരൂല. കുടുംബ ബന്ധം മുറിക്കാനോ തിന്മകൾക്ക് വേണ്ടിയൊന്നും അല്ലാതെ ഒരാൾ പടച്ചവനോട് തേടിയാൽ മൂന്നാലൊരു രൂപത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ അവൻ എന്താണോ ചോദിച്ചത് അതന്നെ പടച്ചവൻ കൊടുക്കും. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി നമ്മൾ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ പരലോകത്തേക്ക് അല്ലാഹു ആ പ്രാർത്ഥനയെ മാറ്റിവെക്കും. അവിടെ അവനൊരു സൽക്കർമ്മമായിട്ട് ആ പ്രാർത്ഥന പടച്ചവൻ കൊടുക്കും. അതല്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് അവന് വരാനുള്ള വേറെന്തെങ്കിലും ഒരു മുസീബത്തിനെ അല്ലാഹു മാറ്റിയിട്ടുണ്ടാവും. ഇത് രണ്ടും നമുക്കറിയില്ല. ഈ മൂന്നാലൊരു രൂപത്തിൽ നന്മയുള്ള ഇഖ്ലാസുള്ള ഈമാനോടുകൂടിയുള്ള നമ്മളുടെ എല്ലാ തേട്ടവും പടച്ചവൻ പരിഗണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചോദിച്ചതന്നെ കിട്ടും. ചിലപ്പോൾ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു സൽക്കരമായിട്ട് ആ പ്രാർത്ഥനയെ അല്ലാഹു അവിടെ നമുക്ക് കരുതി വച്ചിട്ടുണ്ടാകും. ഇവിടുന്ന് നമ്മൾ ചിന്തിക്കുക ചോദിച്ചത് കിട്ടിയെങ്കിൽ എന്നാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതൊരു സൽക്കരമായി അവിടെ കാണുമ്പോൾ അപ്പോൾ അതാണ് നമുക്ക് സന്തോഷമാകുക. ഇനി ഇത് രണ്ടുമല്ല, പക്ഷേ നമ്മൾ തേടിയ ഏതോ ഒരു തേട്ടം കൊണ്ട് നമുക്ക് വരാനുള്ള വേറെ ഏതോ ഒരു പ്രതിസന്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തന്നിട്ടുണ്ടാകും. ഈ മൂന്നാലൊരു രൂപത്തിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുന്നില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പം ഇങ്ങനെ ഏതോ ഒരു രൂപത്തിൽ നമ്മളെ പ്രാർത്ഥന പടച്ചവൻ പരിഗണിക്കും. ചോദിച്ചെൻ്റെ റബ്ബ് അത് തരാതിരിക്കൂല എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ തേടേണ്ടത്. അതല്ലാതെ ഞാൻ കുറേ പറഞ്ഞു, ഞാൻ കുറേ തേടി, ഞാൻ എത്ര ചോദിച്ചാലും, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്കത് കിട്ടൂല, ഞാൻ എങ്ങനെയൊക്കെ കണ്ണ് നിറച്ച് പ്രാർത്ഥിച്ചാലും എനിക്കത് കിട്ടൂല, എന്നിട്ട് നമ്മളിങ്ങനെ താരതമ്യം ചെയ്യും. ഓനിക്കത് കിട്ടി, ഇവനിക്കത് കിട്ടി, അവർക്കൊക്കെ എത്ര സന്തോഷമുള്ള ജീവിതമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താ? അസാൻ തുഹിബ്ബു ശൈഅ വഹുവ ശർറുൻ ലക്കും. ചിലതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടല് ചിലപ്പോൾ ഷർറക്കാരം നിങ്ങൾക്ക് പടച്ചോനെ അറിയുള്ളൂ. ചിലത് കിട്ടരുത് നിങ്ങൾ ആഗ്രഹിക്കും, അത് കിട്ടൽ നിങ്ങൾക്ക് ഹൈറായിരിക്കും, പടച്ചോനെ അറിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് ഹൈറ്, ആ ഹൈറാണ് പടച്ച റബ്ബ് നമുക്ക് നൽകുക. അതുകൊണ്ട് ക്ഷമയോടുകൂടി ധൃതിയില്ലാതെ ബേജാറ് കാണിക്കാതെ പ്രാർത്ഥന നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം എന്നത്, ദഅവത്ത് എന്നത്. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ അത് നമ്മളുടെ തേട്ടങ്ങളെയും ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വല്ലദീ നഫ്സി ബിയദി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ ഔ ലയുശിക്കന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ സുമ്മ തദ്ഊനഹു ഫലാ യസ്തജീബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, അത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതയുടെ അളവ് വ്യത്യാസം ഉണ്ടാകും. വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളൊക്കെ പഠിച്ച, ഹദീസ് ഗ്രന്ഥങ്ങളിൽ പലതും മനഃപ്പാടമാക്കിയ, ഖുർആൻ ഹിഫ്ളുള്ള, ഏത് ഗ്രന്ഥവും വായിച്ച് ഗ്രഹിക്കാൻ കഴിയുന്ന അഗാധ പാണ്ഡിത്യമുള്ള ആള്, അയാൾ നടത്തേണ്ട ദഅവത്തും നമ്മൾ നടത്തേണ്ട ദഅവത്തും അളവിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ബാധ്യത എന്നത് നമുക്കെല്ലാവർക്കും ഉണ്ട്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും പടച്ച റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും കണ്ട സകല ഖബറിൻ്റെ മുന്നിലും സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന പച്ചയായ ശിർക്ക് ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ, ഞാൻ ഇപ്പോൾ ഒന്നും പറയാൻ പോയാൽ എൻ്റെ കച്ചവടത്തെ ബാധിക്കും, ഞാൻ ഇപ്പോൾ മൂപ്പരോട് പറഞ്ഞു അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തെറ്റും, പെരീക്ക് വിരുന്നേരൊന്നു നമ്മളെ ഏറ്റവും അടുത്തൊരാൾക്കാരാണ്, കുട്ടി നമ്മളെ മുന്നിൽ കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുമ്പോൾ കയ്യും ഒരു ഏലസ് ഉണ്ട്, ഞാൻ അപ്പോൾ അത് പറഞ്ഞാൽ അയാൾ പോലും ഇപ്പം എൻ്റെ പെരയ്ക്ക് വിരുന്ന് എന്നിട്ട് വെറുതെ അതൊരു കച്ചറയാവും. അങ്ങനത്തെ പറയാനൊന്നും ഞാനല്ല. ഞാനിപ്പോൾ ഒരു എല്ലാവരും ഉള്ള ഒരു അങ്ങാടിയിൽ കച്ചവടം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അതെന്തേലും പറഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറയണം, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. നാശത്തിൽ നിന്നും നഷ്ടത്തിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരും വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, 4 ഗുണങ്ങളുള്ളവരൊഴികെ. വിശ്വസിച്ചവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചെന്ന
ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. നന്മ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക. പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തുക. ക്ഷമാപൂർവം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടത്തി വിശ്വാസിയായി സൽക്കർമ്മം ചെയ്യുമ്പോഴാ നാശത്തിൽ നിന്ന് കരകയറാൻ പറ്റുക എന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ദഅവത്ത് എന്നത് നമ്മളെല്ലാം നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ്. നമുക്ക് പറയാൻ കഴിയൂലെങ്കിൽ എഴുതിയൊരു കടലാസിൻ്റെ കഷ്ണം ഒരു ലഘുലേഖ ഒരുത്തൻ്റെ കൈ കൊണ്ടേ കൊടുക്കാനെങ്കിലും സഹോദരങ്ങളെ നമ്മൾ സമയം കാണണം. ഇപ്പോൾ ഏറെ സൗകര്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വഹാബത്ത് തിരയടിക്കുന്ന കടലിൻ്റെ മുന്നിൽ പോയി അവർ പറയുന്നുണ്ട്, കടലെ നിനക്കപ്പുറത്തൊരു നാടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ എത്തി ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം നടത്തുമായിരുന്നു. അന്ന് അവർ വിചാരിച്ചത് ഈ സമുദ്രവും കടന്ന് അപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ ഒരു നാടില്ല എന്നവർ വിചാരിച്ച്. എങ്ങനെയൊക്കെ ആ തിരയടിക്കുന്ന സമുദ്രത്തെ അവർ മറികടക്കുക? എന്ത് സംവിധാനം ഓരോരുത്തുള്ള ഉണ്ടാവുക? ഉള്ളതുകൊണ്ട് ഓല് പോവും. 100,000-ലധികം സ്വഹാബിമാർ അറഫ പ്രഭാഷണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമ്പോൾ 1,00,000-ഓളം വരുന്ന സ്വഹാബത്ത് അവിടെ ഉണ്ട്. മദീനയുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടത് 10,000-ൽ താഴെ സ്വഹാബിമാരുടെ ജനാസയാൻ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അള്ളാഹിൻ്റെ ദീനിൻ്റെ ദഅവത്തുമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഓരോ നാടുകളിലേക്ക് കടന്നു പോയതാ. അതുകൊണ്ട് നമ്മൾ ആ ദഅവത്ത് നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ കാത്തിരിക്കുക. സുമ്മ തദ്ഉനഹു, ഇങ്ങോട്ട് പിന്നെ നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കും. ഫലാ യസ്തജീബു ലക്കും, പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. പടച്ചവൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിങ്ങൾ മറന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം അവൻ ഇറക്കിത്തരും. അത് വരുമ്പോൾ പിന്നെ കൈനീട്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരൂല. സഹോദരങ്ങൾ, ഓരോ പ്രയാസങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അള്ളാഹ് ഏൽപ്പിച്ച ബാധ്യതകൾ നമ്മൾ മറന്നു പോകുമ്പോഴാണോ അള്ളാഹു അവൻ്റെ പരീക്ഷണങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരു 5 കാര്യമാണ് എടുത്തു പറഞ്ഞത്. ഈ കാര്യങ്ങൾ നമ്മളെടുത്തുണ്ടോ നമ്മളുടെ പ്രാർത്ഥനകൾ പലതും സ്വീകരിക്കപ്പെടാതെ പോകും. കണ്ണു നിറച്ചും കൽബ് പടച്ചും നമ്മൾ തേടിയ തേട്ടങ്ങളില്ലേ, സുജൂദുകളിൽ കിടന്ന് ദീർഘമായി നമ്മൾ റബ്ബിനോട് പറഞ്ഞ നമ്മളുടെ സ്വകാര്യങ്ങളില്ലേ, നമ്മളുടെ പ്രതിസന്ധികളില്ലേ, അതൊക്കെ പരിഗണിക്കപ്പെടാതിരിക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ശിർക്കില്ലാത്ത വിശുദ്ധമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി മാറാൻ നമുക്ക് സാധിക്കണം. സമ്പത്ത് വിശുദ്ധമായിരിക്കണം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കേണ്ടത് വളരെ ചെറിയ 100-ന് 2.5 റുപ്യല്ലേ നമ്മൾ കൊടുക്കാനുള്ളത്. 100-ന് 2.5 കൊടുക്കാനുള്ളത്, ബാക്കി 97 നമ്മൾ തന്നെയാണ്. പക്ഷേ കൊടുക്കേണ്ട 2.5 കൊടുക്കാതിരുന്നാൽ 97.5 അടങ്ങിയ ആ 100ഉം ഹറാമായിരിക്കുമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. 100-ന് 2.5 സക്കാത്ത് കൊടുക്കാണ്ട്, ആ കൊടുത്തില്ലെങ്കിൽ ആ 2.5 മാത്രമല്ല ഹറാമായിട്ട് അവിടെ വെക്കുക, ആ 100ഉം ഹറാമാണ്. സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കാത്തത് കൊണ്ടും പലിശയുമായുള്ള ബന്ധത്തിൽ ഒരു പേടിയില്ലാതെ 2 ദിവസം മുമ്പ് ഒരാളൊരു അനുഭവം പറഞ്ഞു. എന്ത് കാര്യം വന്നാലും ലോണ് എന്ന് പറഞ്ഞ് ഓടി പലിശ, ബാങ്കും പലിശയുമായി ബന്ധപ്പെട്ട് മാത്രം തൻ്റെ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരാൾ അയാളടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ദീനിയായിട്ടൊരു ഉപദേശം കൊടുത്തപ്പോൾ, നിങ്ങളിങ്ങനെ ആ പലിശമൊന്നൊന്ന് വിട്ടു നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്രേ, നിൻ്റെ മസലല്ല എൻ്റെ മസല, എൻ്റെ വേറെയാണ് അത്ര. സഹോദരങ്ങളെ, ന്യായങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ദുനിയാവിലെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കാൻ പറ്റും. പക്ഷേ വരാനുള്ള ഖബറും പരലോകമൊക്കെ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളുടെ തേട്ടങ്ങൾക്ക് നമ്മളിലുള്ള എന്തെങ്കിലും ഒരു ഹറാം, അത് നമ്മളെ ഭക്ഷണത്തിൽ കലർന്ന, നമ്മുടെ സമ്പത്തിൽ കലർന്ന, നമ്മുടെ വസ്ത്രത്തിൽ, സമ്പത്ത് ഹറാമാണോ ബാക്കിയെല്ലാം ഹറാമാവൂലേ? ആ സമ്പത്ത് കൊണ്ടല്ലേ വീടുണ്ടാക്കിയത്, ആ സമ്പത്ത് കൊണ്ടല്ലേ വണ്ടി വാങ്ങിയത്, ആ സമ്പത്ത് കൊണ്ടല്ലേ നമ്മുടെ മക്കൾക്കും നമ്മളും ഭക്ഷണം കഴിക്കുന്നത്. ആ ഹറാമായ സമ്പാദ്യ മാർഗം കൊണ്ടല്ലേ നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഹറാമല്ല നമ്മളുടെ സമ്പാദ്യമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ തേടുമ്പോൾ ശ്രദ്ധയുള്ള മനസ്സോടുകൂടി, നല്ല
ശ്രദ്ധയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി പടച്ചവനോട് തേടണം. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോകല്ല. തേടിയാൽ എൻ്റെ റബ്ബെനിക്ക് തരുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി നമ്മൾ റബ്ബിനോട് തേടണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം, ദഅവത്ത് അത് നമ്മൾ ഏറ്റെടുത്ത് നമ്മളാലാകും വിധം അത് നിർവഹിക്കണം. അപ്പോൾ റബ്ബിലേക്ക് നമ്മൾ കൈ ഉയർത്തുമ്പോൾ അതിന് പരിഗണനയുണ്ടാകും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഖബറിടങ്ങൾക്ക് അള്ളാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിലടക്കം ഈ വിശുദ്ധമായ രാപ്പകലുകളിൽ പോലും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിൻ്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന നമ്മളുടെ പൊന്നോമന മക്കൾക്ക്, നമ്മളുടെ സഹോദരി സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളൊക്കെ പരലോകത്ത് പ്രതിഫലമായി അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അവരിലെ മരണപ്പെട്ട ആളുകളെ ഷഹീദിൻ്റെ പദവി നൽകി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ആ വിശുദ്ധമായ ഗേഹത്തെയും വിശുദ്ധമായ മണ്ണിനെയും അള്ളാഹു വേഗത്തിൽ മോചിപ്പിക്കുമാറാകട്ടെ. അവിടെ അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന സന്തോഷകരമായ കാഴ്ചകൾ കണ്ട് അതിന് സാക്ഷ്യം വഹിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. തേടുന്ന തേട്ടങ്ങളൊക്കെ ഫലപ്രദമാകുന്ന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളുടെ ഉടമകളായ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.